ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ചൂസ് ഇലക്ട്രിക്കൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പ്ലേറ്റ് എർത്തിങ്ങിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ മേക്കിംഗ് വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യമായി ആവശ്യമായ മെറ്റീരിയലുകളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ഇതൊരു 25/3 കോപ്പർ സ്ട്രിപ്പാണ്. അടുത്തതായി നമുക്ക് GI പൈപ്പാണ്, 1.5 ഇഞ്ചിൻ്റെ GI പൈപ്പ്. ഇത് ഒരു ലെങ്ത്ത് 3 മീറ്ററാണ് വരുന്നത്. നമുക്കിതിൻ്റെ നേർപകുതിയായി 1.5 മീറ്ററിൽ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ലെങ്ത്ത് കൊണ്ട് തന്നെ നമുക്ക് 2 പ്ലേറ്റ് എർത്തിങ് ചെയ്യാൻ സാധിക്കും. അടുത്തതാണ് നമ്മളുടെ മെയിൻ പാർട്ട്, എർത്ത് പ്ലേറ്റ്. ഇതൊരു സ്ക്വയർ ടൈപ്പാണ്. ഗാൽവനൈസ്ഡ് അയൺ കോപ്പർ മിക്സ് ചെയ്ത് ഉപയോഗിച്ചുള്ള ഒരു പ്ലേറ്റാണ്. ഇതിൻ്റെ നീളം വരുന്നത് 111 സെൻറ്റിമീറ്ററാണ്. അതുപോലെ വീതിയും സെയിം തന്നെയാണ്, 111 സെൻറ്റിമീറ്ററാണ് വീതിയുമുള്ളത്. അടുത്തത് നമുക്ക് ആവശ്യം വരുന്നത് സ്റ്റീലിൻ്റെ നെട്ടും ബോൾട്ടുമാണ്. അത് സ്റ്റീൽ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. സ്റ്റീൽ അല്ലാത്തവ ഒരിക്കലും ഉപയോഗിക്കരുത്. പിന്നെ നമുക്ക് ആവശ്യമായി വരുന്നത് ഗ്ലോ ലാമ്പും ഗ്യാസുമാണ്. ഇത്രയും മെറ്റീരിയലുകളാണ് പ്ലേറ്റ് എർത്തിങ്ങിന് വേണ്ടി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇനി നമുക്ക് നേരെ പ്ലേറ്റ് എർത്തിങ് ഉണ്ടാക്കുന്നത് എങ്ങനെ കാണാം. ആദ്യം തന്നെ 18 സെൻറ്റിമീറ്ററിൻ്റെയും അതുപോലെ തന്നെ 40 സെൻറ്റിമീറ്ററിൻ്റെയും സ്ട്രിപ്പിൻ്റെ പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി അതിനെ നന്നായി അടിച്ചു പരത്തി എടുക്കുക. ആദ്യം 40 സെൻറ്റിമീറ്ററിൻ്റെ പീസാണ് നമ്മൾ ജെ-പൈപ്പിൻ്റെ ടോപ്പ് എൻട്രിയിൽ കൊടുക്കുന്നത്. അത് ഇതുപോലെ ജെ-പൈപ്പിന് സമാനമായ രൂപത്തിൽ ഷേപ്പ് ചെയ്തെടുക്കുക. ഇത് 2 രീതിയിൽ ചെയ്യാവുന്നതാണ്. ജെ-പൈപ്പിന് പകുതി ആയി എടുത്തുകൊണ്ട് 2 സൈഡിൽ നിന്നും പകുതി എടുത്തുകൊണ്ട് ചെയ്യുക. അതുപോലെ ഇതുപോലെ ഫുള്ളായിട്ടും ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ നേരെ ബാക്കിലൊരു പീസ് വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നതാണ് ഒന്നുകൂടെ എളുപ്പമായി തോന്നിയിട്ടുള്ളത്. മറ്റേ മെത്തേഡ് ചെയ്യാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അങ്ങനെ നമ്മുടെ 2 പ്ലേറ്റ് എർത്തിങ്ങുള്ള സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിതിന് ഹോൾസ് ഇടലാണ്. അതിനെ മാർക്ക് ചെയ്യണ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെയാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യേണ്ടത്. ഒരു സ്ട്രിപ്പ് എടുത്ത് ഓരോരോ സ്ട്രിപ്പിൻ്റെ ഗ്യാപ്പിൽ സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഹോൾസ് വരേണ്ടത്. നമ്മൾ ഓരോ സൈഡിൽ 4 ഹോൾസാണ് ഇടുന്നത്. അങ്ങനെ ടോട്ടൽ ഒരു പട്ടയിൽ 8 ഹോൾസ് ഉണ്ടാകും. അങ്ങനെ ഹോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നമുക്ക് അതിനെ ലെഡ് ചെയ്തെടുക്കണം. ഇത് ലെഡ് പേസ്റ്റാണ്. ഇത് നമുക്ക് ലെഡ് ചെയ്യേണ്ട ഭാഗത്ത് ഇതുപോലെ നന്നായി തേച്ച് പിടിപ്പിക്കുക. ഇതിൻ്റെ ഇരുവശങ്ങളിലും നന്നായി നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. ഇനി ഗ്യാസ് ഉപയോഗിച്ച് കണ്ട്
അതിനെ നല്ല രീതിയിൽ ചൂടാക്കുകയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ ചൂടാക്കി കഴിയുമ്പോൾ നമ്മൾ തേച്ച് കൊടുത്ത പേസ്റ്റൊക്കെ ഇതുപോലെ ഉരുകി ലഡായി മാറിയിട്ടുണ്ട്. ഇനി ഒരു ക്ലോത്ത് ഉപയോഗിച്ചുകൊണ്ട് അതിനെ തുടച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ലഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ടോപ്പിൽ വെക്കാനുള്ള 2 പീസും റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ പീസിൻ്റെ അതേ അളവിൽ തന്നെയാണ് നമ്മൾ ഈ മറ്റേ പീസും കട്ട് ചെയ്തിട്ടുള്ളത്. അതിന് സമാനമായി കറക്റ്റ് തന്നെ ഹോൾസും ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഫിറ്റിങ്സിലേക്ക് കടക്കുകയാണ്. ഇത് വീഡിയോ ലെങ്ത് ആവുന്നത് കൊണ്ട് നമ്മൾ ഇനി മുഴുവൻ കാര്യങ്ങളും കാണിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ. നമ്മുടെ എർത്ത് പ്ലേറ്റിൻ്റെ ടോട്ടൽ നീളം വരുന്നത് പ്ലേറ്റിൻ്റെ എൻഡിൽ നിന്നും ജെ പൈപ്പിൻ്റെ എൻഡിലേക്ക് 2 മീറ്ററാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ടോപ്പ് എൻട്രിയിൽ വെക്കുന്ന 2 പീസ് നെട്ടും ബോൾട്ടും ഇട്ട് നമ്മൾ ഇതുപോലെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി ജെ പൈപ്പിൻ്റെ മറ്റേ എൻഡ് എർത്ത് പ്ലേറ്റുമായി കണക്ട് ചെയ്യുക എന്നതാണ്. അതിനായി ചെറിയ ക്ലാമ്പ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ സ്ക്രൂ ചെയ്ത് ക്ലാമ്പ് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി ചെയ്യാനുള്ളത് നീളത്തിൽ കാണുന്ന ഈ 2 സ്ട്രിപ്പുകൾ അതിൻ്റെ ഓരോ എൻഡ് നമ്മളെ ടോപ്പിലെ ക്ലാമ്പിൽ നിന്നും പ്ലേറ്റിൻ്റെ എൻഡ് ഭാഗം വരെ, അത് ഏകദേശം 15 സെൻറ്റിമീറ്റർ എൻഡിൽ നിന്നും മുകളിലേക്ക് രീതിയിൽ കണക്ട് ചെയ്യണം. അതിനായി ഈ പ്ലേറ്റ് വരുന്ന ഭാഗത്തെ സ്ട്രിപ്പിൽ 3 ഹോൾസ് നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിരുന്നു. ഇനി അതേ ലെവലിൽ മാർക്ക് ചെയ്ത് പ്ലേറ്റും ഹോൾസ് ഉണ്ടാക്കാം. അങ്ങനെ പ്ലേറ്റിലുള്ള 2 സ്ട്രിപ്പുകളിലും നമ്മൾ ഹോൾസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിനെ സ്റ്റീലിൻ്റെ നെട്ടും വാഷറും ഉപയോഗിച്ച് ടൈറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ പ്ലേറ്റ് എർത്തിങ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ജോയിൻ്റ് വരുന്ന ഭാഗങ്ങളിലെല്ലാം ഇതുപോലെ ലെഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ നെട്ടും ബോൾട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നെട്ടും ബോൾട്ടും വാഷറും എല്ലാം നമ്മൾ സ്റ്റീലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റ് നെട്ടും ബോൾട്ടും വാഷറൊന്നും ഉപയോഗിക്കില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറേ കാലം മണ്ണിൽ കിടക്കണം, അത് റെസ്റ്റ് പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സ്റ്റീലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 3 പ്ലേറ്റ് എർത്തുകളാണ് നമ്മളിവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഈ സൈഡിലേക്ക് 3 എർത്തുകളാണ് നമുക്ക് ആവശ്യമായി വരുന്നത്. ഇനി അത് എങ്ങനെ കണക്ട് ചെയ്യുന്നത്, അത് കുയിലേക്ക് ഇറക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ മറ്റു വീഡിയോയിൽ കാണിക്കാം. ഈ വീഡിയോ ഇപ്പോൾ അധികം ലെങ്തായി പോയിട്ടുണ്ട്. അപ്പോൾ 2 പാർട്ടായിട്ടാണ് നമ്മൾ ഈ എർത്തിങ്ങിൻ്റെ വീഡിയോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.